ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്, ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ലഞ്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം ഭാവിക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടിഫിനൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്, ഞങ്ങൾക്കും പിന്നെ ഭാവിക്കും വേണ്ടി. അപ്പോൾ സ്ട്രോബെറിയും അതുപോലെ തന്നെ ഓറഞ്ചും പിന്നെ നമ്മൾ പേരക്കയൊക്കെയാണ് കേട്ടോ. ആൾക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് സ്ട്രോബെറി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഫ്ലൈറ്റ് ടൈം വരുന്നത് 11 മണിയൊക്കെയാണ്. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം വേറൊരു ബോക്സിലായിട്ട് ഭാവിക്കുള്ള ഫുഡും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് റൈസും അതുപോലെ തന്നെ ചിക്കനുമാണ് കേട്ടോ ആൾക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് മേടിച്ചതിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഷവായ റൈസും അതുപോലെ ചിക്കനും ആയിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റൈസ്, അതുകൊണ്ട് തന്നെ കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചാട്ടോ ഇത്രയൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കുഞ്ഞിന് വേണ്ടി വെള്ളം എടുക്കണം. കുഞ്ഞിന് അതുപോലെ നമുക്കും വേണ്ടി വെള്ളം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടിഫിനും അതുപോലെ തന്നെ വെള്ളവും എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയായാൽ മതി കേട്ടോ. ഈ ഒരു സമയമായപ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങാനാണ്. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ച് ഇനി താഴെ നമ്മൾ ഡ്രൈവറിക്കൊക്കെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ വണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വാവയ്ക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിച്ചതാണ്. അങ്ങനെ ഇതാ നമ്മൾ സാധനമൊക്കെ വണ്ടിയിലോട്ടൊന്ന് കയറ്റുവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 മണിക്കൂർ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. വാവയ്ക്കൊരു 4 മാസമൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ സൗദിയിലോട്ട് വന്നത്. അപ്പോൾ ആളെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നാട്ടിലെല്ലാവരും. അങ്ങനെ ഇതാ നമ്മൾ 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഐസ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ അകത്തേക്ക് വിടുകയാണ്. നേരത്തെയൊക്കെ ഈ ട്രോളിക്ക് പൈസ കൊടുക്കണമായിരുന്നു കേട്ടോ, 1-2 റിയാലൊക്കെ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെയൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ പെട്ടിയൊക്കെ ഒന്ന് റാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 പെട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ അത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 35 റിയാലാണ് കേട്ടോ ഒരു ബോക്സ് റാപ്പ് ചെയ്ത് കിട്ടുന്നതിന്. അതുപോലെ നമ്മൾ നെയിമും പ്ലേസും എല്ലാം ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ വെച്ച് നമ്മളത് സെറ്റാക്കുന്നുണ്ട്. വരുന്നതിന് മുമ്പ് ഈ ഒരു സെക്ഷനിൽ നല്ല തിരക്കാവും എന്നൊക്കെയാണ് കേട്ടോ കേട്ടത്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കിട്ടി. അതുപോലെ നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ എയർപോർട്ടിൽ എത്തിയത്. അങ്ങനെ ഫ്രീ ടൈമാണ്, അതുകൊണ്ട് തന്നെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എയർപോർട്ടിൽ. ഇനി നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെയും വലിയ തിരക്കിലായിരുന്നു. കഴിഞ്ഞ തവണ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ, ഒരുപാട് ക്യൂ നിന്നിട്ടാണ് എല്ലാം ഒന്ന് ശരിയായത്. ഇത്തവണ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പെട്ടിയുടെയൊക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കൊണ്ടുവരായിരുന്നു കേട്ടോ.
പിന്നെ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ എയർപോർട്ടിലും ഉള്ള പോലെ ഇവിടെയും ചെറിയ ചെറിയ കടകളുണ്ട്. പക്ഷേ ഇവിടെ ലൈറ്റിങ് കുറച്ച് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് മൊത്തത്തിലൊന്ന് ഇരുട്ട് പോലെ തോന്നുന്നത്. അങ്ങനെ ആദ്യം തന്നെ വാവയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല വെട്ടം കുറവായിരുന്നു കേട്ടോ. എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയാണ്, പക്ഷേ വെട്ടം കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇരുട്ട് പോലെ തോന്നുന്നത്. അങ്ങനെ വാവയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും കൂടി കഴിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇക്കായും വാവയും കൂടി എടുക്കുന്ന വീഡിയോ ആണിത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസൊരു ലിച്ചി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആൾ കുടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞ് കിട്ടിയത്. നെറ്റ് എന്തോ സ്ലോ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇത്രയും വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വാവേനെയൊക്കെ നിർത്തി ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല കേട്ടോ. ഇവിടെ കുറേ ചോക്ലേറ്റ്സും അല്ലാത്ത എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ട്രാവലിന് വേണ്ട സാധനങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും മേടിക്കുന്നില്ല. നല്ല റേറ്റാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഗേറ്റ് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 26 ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കണം. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇതിലും രസം നമ്മൾ കൊച്ചി എയർപോർട്ട് തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മളിവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഫ്ലൈറ്റിൻ്റെ ടൈം ആകാൻ 1 മണിക്കൂറും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ കിട്ടിയ കാര്യം ജസ്റ്റ് വീട്ടിലൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായിട്ടും ജസ്റ്റ് ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് ആയിരുന്നു ബുക്ക് ചെയ്തത്. സാധാരണ ഇതുവരെ പോയ ടൈമിലൊക്കെ നമുക്ക് വിൻഡോ സീറ്റാണ് കേട്ടോ കിട്ടിയത്. പക്ഷേ ഇത്തവണ ഇതുപോലെ മിഡിലായിട്ടാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ ആളൊക്കെ കുറവാന്ന് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് വിൻഡോ സീറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേബീസിന് മാത്രം ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബാഗും അതുപോലെ സൈഡ് ബാഗും അതുപോലെ തന്നെ എമിറേറ്റ്സിൻ്റെ തന്നെ ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു പാവയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാവയാണ്, കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ ഇത് രണ്ടും ഗിഫ്റ്റായിട്ട് വാവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം വാവ നല്ല കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ആൾ അലമ്പാവും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പേ തന്നെ ആൾ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്ലൈറ്റിൽ. അപ്പോൾ പിന്നെ നമ്മൾ ജാക്കറ്റൊക്കെ മാറ്റി. അതുപോലെ തന്നെ സൗദിയിലെ രാത്രി കാഴ്ച കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷെ പകൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഫുള്ള് മരുഭൂമിയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. നേരിട്ട് കാണാനാണ് നല്ല ഭംഗി. വീഡിയോയിൽ അത്രയൊന്നും ക്ലാരിറ്റിയിലൊന്നും വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ കയറി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുഡ് വന്നു. ആദ്യത്തെ ഫുഡ് ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ അകത്ത് ചിക്കനും അതുപോലെ സോസും കുക്കുംബറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത ഒരു ചിക്കൻ റോളാണ് സംഭവം.
ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ചപ്പാത്തിക്ക് വരും കുബൂസൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നു തോന്നി. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഇക്കാക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ചീസൊക്കെ വെച്ച് നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗണി ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നോർമലായിട്ട് വാട്ടർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിക്കിളാണ് കേട്ടോ. നമ്മളെ കോളിഫ്ലവറും ക്യാരറ്റും കുക്കുംബറും എല്ലാം ഉപ്പിലിട്ട നല്ല അടിപൊളി സാധനമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ടൈമിൽ വാവ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്ക് വേണ്ടി ബ്രൗണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദുബായി ചെന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. നമ്മൾ ദുബായി ചെന്നിട്ട് അവിടെ നിന്നാണ് നേരെ കൊച്ചിയിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കും ഇക്കാക്കും ഈ ഒരു റോള് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി തിരിച്ചു കൊടുത്ത് വാവയ്ക്ക് വേണ്ടി ബ്രൗണി മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവരും പകുതി കഴിച്ച് ബാക്കി തിരിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ ആർക്കും അത്ര വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ദുബായിലെത്തി കേട്ടോ. ദുബായിലെ നൈറ്റ് വ്യൂ സൗദിയിലെക്കാട്ടിയും നല്ല അടിപൊളിയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് നമ്മൾ ദുബായിലെ എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഈ ഒരു ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുപോലെ ആൾക്ക് ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കാതുവേന വരും കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും വരും. ഇത്തവണ എന്തോ ഇക്കാക്ക് വന്നില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാവയ്ക്കും ക്യാപ്പ് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ദുബായിലെത്തിയത് കറക്റ്റ് സമയമാണ് കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ വന്നില്ല. നമ്മൾ ചെന്ന് കയറലും നേരെ ഫ്ലൈറ്റിലോട്ടായിരുന്നു വിട്ടത്. കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ. ഇത് കുറച്ചും കൂടി വലിയ എയർപോർട്ടാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോറും കാര്യങ്ങളും ഉണ്ട്, ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെയും നിന്നൊന്നും നോക്കിയില്ല കേട്ടോ. അതിനുള്ള സമയം കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ ഒരു ടൈമിൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഈ ഒരു 2 മണി സമയമായിട്ടുണ്ട്. പിന്നെ വാവയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സൗദിയിൽ നിന്ന് കയറുന്നതിന് മുമ്പേ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നത്. പക്ഷേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ ഒട്ടും സമയമില്ലായിരുന്നു. പോരാത്തതിന് വാവ നല്ല ഉറക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. അതുപോലെ ഈ ഒരു ടൈം ആയപ്പോൾ നല്ല ടയേർഡായിട്ടോ. 3 പേരും ഉറക്കത്തിൻ്റെയും എല്ലാം. പിന്നെ നമുക്ക് ഇത്തവണയും മിഡിൽ സീറ്റാണ് കേട്ടോ കിട്ടിയത്. വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. മാറാമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും ഫ്ലൈറ്റ് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. ഫുള്ള് ആളായിരുന്നു. അപ്പോൾ പിന്നെ മാറാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ന്യൂ ബോൺ ബേബി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പതിവ് പോലെ വാവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓംലേറ്റും ബാർബിക്കും അതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മളുടെ കൊച്ചി എയർപോർട്ടിലെത്തി. ആ ഒരു ടൈമിൽ വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ കൂടുതൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ദുബായ് എയർപോർട്ടിലൊക്കെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. നല്ല വലിയ എയർപോർട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊച്ചിയിലെത്തി നല്ലപോലെ ഒന്ന് ഫ്രഷായി വാവേനെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുപോലെ നല്ല ടയേർഡായിരുന്നെങ്കിൽ പോലും കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ലഗേജിൻ്റെ സെക്ഷനിലെത്തി. സാധാരണ ഏറ്റവും ലാസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് ലഗേജ് വരിക. പക്ഷേ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ലഗേജ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിൻഡോ വഴി പുറത്ത് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നോന്നും കൂടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ വാപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഉമ്മയൊക്കെ വന്ന ടൈമിൽ വാവയ്ക്ക് വേണ്ടി കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. വാവയ്ക്ക് 4 മാസമൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ സൗദിയിൽ പോയത്. അതുകൊണ്ട് തന്നെ ഓൾക്ക് വലിയ പരിചയം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ പതിയെ ഉമ്മീൻ്റെ അടുത്തോട്ടൊക്കെ ചെന്നിട്ട് ആൾ. പക്ഷേ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ പഴയപടി തന്നെയായിട്ടോ. ഭയങ്കര നിർബന്ധവും കരച്ചിലൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ആൾ വീടൊക്കെ ഒന്ന് കാണുന്നത്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ്. അപ്പോൾ ആലപ്പുഴയാണ് കേട്ടോ പ്ലേസ്. അതുപോലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ ഇവരൊക്കെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫുഡും കഴിച്ചിട്ടൊക്കെ പോവാണ്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ടയേർഡ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഓരോരുത്തരും നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയതും ബ്ലോക്ക് വന്നു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്താൻ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉമ്മ മേടിച്ച ടോയ്സാണ് കേട്ടോ. നല്ല അടിപൊളി ടോയ്സായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. പക്ഷേ വാവ തീരെ അടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.